നമസ്കാരം ആർപി. നമസ്കാരം. നിരന്തരമായി ഇടയ്ക്കിടെ ഈ കലീമ ചൊല്ലലിൻ്റെ വിഷയം ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ആദ്യം ഇത് നടപ്പിലാക്കിയത് കശ്മീരിൽ പാകിസ്ഥാൻ ഭീകരവാദികളാണെങ്കിലും അത് ഒരു ഓൾ ഇന്ത്യ ലെവൽ പ്രൊജക്റ്റായിട്ട് തന്നെ പല ഇസ്ലാമിക സംഘടനകൾ, ഭീകര സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളും അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അത്ര ഭീകരമല്ല എന്ന് തോന്നുന്ന ആൾ ഇന്ത്യ ഈ ഇമാം അസോസിയേഷൻ പോലുള്ള സംഘടനകളും ഈ വാക്കുകൾ ഏറ്റുപറയുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഇതൊരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവൽ പ്രൊജക്റ്റായിട്ട് അവർ കൊണ്ടുവന്നതാണ്. ഭീകരമായിട്ടൊരു മുസ്ലിം പ്രൊജക്റ്റായിട്ട് തന്നെ അവർ മുമ്പോട്ട് വച്ചിരിക്കുകയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹരി, ഇതിനകത്ത് ഇത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഈ പഹൽഗാം അറ്റാക്ക് നടന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ഈ പഹൽഗാം അറ്റാക്ക് നടന്ന് 1 വർഷം ഏതാണ്ട് പൂർത്തിയായ അതേ സമയത്താണ് മുംബൈയിൽ ഇപ്പോൾ ഒറ്റച്ചെന്നായ ആക്രമണം, ലോൺ വൂൾഫ് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ 2 പേരെ കലീമ ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചൊല്ലാതിരിക്കുമ്പോൾ 2 പേരെ കുത്തുകയും ചെയ്തു. ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും. അപ്പോൾ കറക്റ്റ് 1 വർഷത്തെ ഗ്യാപ്പിലാണ് ഇത് നടക്കുന്നത്. ഈ പെഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ തന്നെ നമ്മൾ ഈ തത്തുമയിൽ തന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു കാര്യമല്ല ഈ കലീമ ചൊല്ലാനുള്ള ആവശ്യവും അത് ചൊല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുന്നതും. ഇത് കൃത്യമായി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അതായത് ഇവരെ ഈ അറ്റാക്കിന് വിടുമ്പോൾ തന്നെ ഇതുവരെ ചെയ്തതുപോലല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന ആൾക്കാരിൽ ഹിന്ദുക്കളെ തിരിച്ചറിയണം. ആ ഹിന്ദുക്കളെ, അതായത് മുസ്ലിം അല്ലാത്തവരെ തിരിച്ചറിയണം. അവരെ തിരിച്ചറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് പഴയതുപോലെ പാൻറ്റൂരി നോക്കുകയല്ല, മറിച്ച് നിങ്ങൾ കലീമ ചൊല്ലിക്കണം അവരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അങ്ങനെ കലീമ ചൊല്ലാൻ പറ്റിയ ഒരു ബംഗാളി പ്രൊഫസർ രക്ഷപ്പെടുകയും ചെയ്തു ഈ അക്രമത്തിൽ. അദ്ദേഹം ഉറുദു ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം ഹിന്ദുവാണ്. പക്ഷേ അപ്പോൾ കലീമ എന്ന് പറയുന്നത് ഇതിൻ്റെ കൃത്യമായ ഒരു ടെസ്റ്റായിട്ട് അങ്ങ് മാറുകയാണ്. അതൊരു ഐക്കണായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതൊരു കൃത്യമായ ഒരു പ്രോജക്റ്റ് തന്നെയാണ് എന്ന് നമ്മൾ 1 വർഷം മുമ്പ് പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് ഹരി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെ ഓൾ ഇന്ത്യ ഇമാം കൗൺസിലോ ഇമാം അസോസിയേഷൻ്റെ പ്രസിഡന്റ് അദ്ദേഹം ചോദിക്കുകയാണ് മാധ്യമങ്ങളിൽ. ഒരു മാധ്യമപ്രവർത്തകയോടെ അദ്ദേഹം ഉത്തരം പറയുകയാണ്, വന്ദേമാതരം ചൊല്ലണം എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാമെങ്കിൽ കലീമ ചൊല്ലണമെന്ന് ഞങ്ങൾക്കും പറയാം, എന്തുകൊണ്ട് പറഞ്ഞുകൂടാന്ന്. അവിടെ തന്നെ ഈ വന്ദേമാതരം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മാത്രമാണ് എന്നുള്ളത് വന്നു. ഒരു കാര്യം, വന്ദേമാതരവും കലീമയും തമ്മിൽ എന്താണ് ബന്ധം? യഥാർത്ഥത്തിൽ അതൊരു മതസൂക്തമൊന്നുമല്ല, വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഉള്ളതല്ല. അത് നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെയും പിറന്ന നാടിനോടുള്ള നമ്മളുടെ ഒരു മാനസിക ഭാവത്തിൻ്റെ ഒരു വലിയ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ പിറന്ന നാടിനോടുള്ള ആ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അതാണ് വന്ദേമാതരം. അതിനെ കലീമയുമായിട്ട് നേരിട്ട് ഇദ്ദേഹം ബന്ധപ്പെടുത്തുമ്പോൾ അതിന് വലിയ ആഴമുണ്ട്. അതായത് ഞങ്ങൾ വേറെയാണ്, ഞങ്ങളുടേത് കലീമയാണ്, നിങ്ങളുടേത് വന്ദേമാതരമാണ് എന്നാണ് പറയുന്നത്. മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ആൾ ദാ ഇപ്പോൾ MLA ആയി ചിലപ്പോൾ മന്ത്രിയാവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നാടാണിത്. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതായത് മതേതരത്വം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബാലൻസിങ് വേണ്ടത് അത് ഒരു കൂട്ടരുടെ മാത്രം ബാധ്യതയായിട്ട് മാറുകയാണ്. മറുകൂട്ടർക്ക് എന്തും പറയാം. ഇപ്പോൾ ഈ മനുഷ്യൻ ഇത് പറഞ്ഞിട്ടിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. അയാൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ടില്ല, അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അയാളെ ചോദ്യം പോലും ചെയ്തിട്ടില്ല. പക്ഷേ അയാൾ പറഞ്ഞത് എന്താണ്? വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അയാൾ ഇത് മാത്രമല്ല പറഞ്ഞു. ഞാൻ ആ വീഡിയോ കാണുകയായിരുന്നു. ആ വീഡിയോയിൽ അയാൾ പറയുന്നത് 10-20 ഹിന്ദുക്കൾ കൊല്ലപ്പെടട്ടെ ഈ കലീമ ചൊല്ല് എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഹിന്ദുക്കൾക്ക് ഒരു പേടിയുണ്ടാവും മുസ്ലിങ്ങളോട് എന്നാണ്. അദ്ദേഹം ഏത് കോണ്ടസ്റ്റിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞാണ്, ഞാനിത് ഒന്നുമല്ല. അതെ, ഞാനിത് മനസ്സിലാക്കുന്നൊരു വളരെ വ്യക്തമായൊരു പ്രൊജക്റ്റ് അവർക്ക് ഉണ്ട് എന്നത് തന്നെയാണ്. അതായത് ഇതിനൊരു ഡിവിഷൻ അവർ കൊടുക്കുന്നുണ്ട്. ദേശീയവാദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും, അതായത് ഭാരതവുമായിട്ടും ഭാരതത്തിൻ്റെ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും, ജനഗണമന ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങളുടേതല്ല, അത് നിങ്ങളുടേത് മാത്രമാണ്. ഞങ്ങളുടേതാകണം
മാറണമെങ്കിൽ അത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന രാജ്യമായി ഇത് മാറണം. ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ്. ആ ഞങ്ങളുടെ പ്രൊജക്റ്റ് ആദ്യം നടപ്പിൽ വരുത്തിയതാണ് പഹൽഗാമിൽ. ഇനി തുടരെ ഈ പ്രൊജക്റ്റ് വീണ്ടും ഞങ്ങൾ പലരിലൂടെയും ആവർത്തിക്കും. അതാണ് സൈബ് അൻസാരിയുടെ കീഴിൽ, അതായത് മുംബൈയിൽ വൂൾഫ് അറ്റാക്കിൻ്റെ ഇതിൽ സംഭവിച്ചതും അതാണ്. ഇപ്പോൾ മൗലാന സാജിദ് റഷീദി പറഞ്ഞതും അതാണ്. അതായത് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കും. അത് ഞങ്ങളുടെ ഇൻ്റർനാഷണൽ അജണ്ടയുടെ, അന്തർദേശീയമായ ഞങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് അടിവരയിട്ട് പറയുന്നതാണ്. പൂർണ്ണമായിട്ട് പറയുന്നില്ല, പക്ഷെ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ ശ്രമം നടത്തുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ഭയം ഇതിനകത്ത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ പഹൽഗാം അറ്റാക്കൊക്കെ നടത്തിയത് വെറുതെ കുറച്ച് പേരെ റാൻഡമായിട്ട് വെടിവെച്ച് കൊന്നതല്ല. അവരുടെ മതം ചോദിച്ചവരെ വെടിവെച്ച് കൊന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടണം എന്നുള്ള കൃത്യമായ സന്ദേശം കൊടുക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ തന്നെ വേണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ആൾക്കാരെ വിട്ടതാണ്. അതുതന്നെയാണ് ഇപ്പം മുംബൈയിൽ നടന്ന ഈ ലോൺ വൂൾഫ് അറ്റാക്ക്. ഈ ലോൺ വൂൾഫ് അറ്റാക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. കാരണം ഒരാൾ ഒറ്റയ്ക്കിറങ്ങി ഇങ്ങനെ കത്തിക്കുത്തൊന്നും നടത്തില്ല. ഇയാൾ തീർച്ചയായിട്ടും ഇയാളെ ഓൺലൈനിലാണെങ്കിൽ പോലും ഇയാളെ ഇതിനു വേണ്ടി മാനസികമായി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അല്ലാതെ ഒരാൾ രാവിലെ കട്ടിലയിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ആൾക്കാരെ കൊണ്ട് കലീമ ചൊല്ലിക്കാൻ നോക്കുക, ചൊല്ലാത്തവനെ കുത്തുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ കൃത്യമായി ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതിനെ ഒന്നുകൂടി സാധൂകരിക്കുന്ന വിഷയമാണ് ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കലീമ എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്. ഇനി രണ്ടാമത്തെ കാര്യം കൂടി എടുത്തു പറയണം. എന്തുകൊണ്ട് ഭാരതത്തിൽ ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഭാരതത്തെ ടാർഗറ്റ് ചെയ്യുന്നു? ഭാരതം ഇസ്ലാമിക ഭീകരരുടെ ടാർഗറ്റാണ് ലോകത്തെമ്പാടുമുള്ളത്. നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക, ഇസ്രായേൽ കഴിഞ്ഞാൽ മൂന്നാമത്തെ ശത്രുവായിട്ട് അവർ കാണുന്നത് ഭാരതത്തെയാണ്. അമേരിക്കയോടും ഇസ്രായേലിനോടും ചേർത്ത് വെച്ച് തന്നെയാണ് ഭാരതത്തെ പറയുന്നത്. ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ BJP ഭരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് വോക്കലായിട്ട് ഇത് പറയാത്തത്. പക്ഷേ കാര്യങ്ങൾ പ്രവർത്തനം അടിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇതുപോലെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ശത്രു എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയേണ്ടി വരുന്നത്. അല്ല, ഇത് ഏറെക്കുറെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ബംഗാളിൽ മനസ്സിലായി. ഇപ്പോൾ മലയാളികൾ പലരും ഇതിനെ എതിർക്കുന്നവരുണ്ടാവും. ബംഗാളികൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലായത് കൊണ്ടാണ് അവരിപ്പോൾ അത് മാറി ചിന്തിക്കുന്നത്. ബംഗാളിൽ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ അവരത് മാറി ചിന്തിക്കുന്നത്. കേരളത്തിലും അത് നമ്മളെ ഇത് ഫോഴ്സ് ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം നമ്മളെ ഫോഴ്സ് ചെയ്യുകയാണ്. കാരണം ഇതിപ്പം മറ്റു മതന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, അവരാരും ഈ തരത്തിൽ അക്രമവും ഭീതി പരത്തലും ഒരു മാർഗമായിട്ട് എടുക്കുന്നില്ല. ആരും എടുക്കുന്നില്ല. ഇത് ഇവർക്ക് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. അവർ ഭാരതത്തിൻ്റെ ദേശീയ ബിംബങ്ങളെ ഈ പറയുന്നത് പോലെ തിരസ്കരിക്കാനുള്ള ഒരു ശ്രമവുമാണ് അതിനോട്. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മതം കഴിഞ്ഞു മാത്രമാണ് ദേശീയത മറ്റു കാര്യങ്ങളുള്ളത്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ദേശീയതയാണ് ആദ്യം, ഇല്ലേ? അത് കഴിഞ്ഞല്ലേ നമുക്ക് നമ്മളുടെ മതവും നമ്മളുടെ മറ്റ് സാഹചര്യങ്ങളും ഒക്കെ വരികയുള്ളൂ. ദേശീയതയാണ് നമുക്ക് പ്രധാനം. പക്ഷേ മറുഭാഗത്ത് അങ്ങനെയല്ല നടക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ഇപ്പോൾ ഈ മൗലാന പറഞ്ഞതായാലും പഹൽഗാമി നടന്ന അറ്റാക്ക് ആയാലും നമുക്ക് പറയാം മുസ്ലിം ജനസാമാന്യം ഇതൊന്നും അംഗീകരിക്കുന്നില്ല എന്ന്. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ നിന്ന് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇവരെയൊക്കെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങളോ ഒരിക്കലും നടക്കാറില്ല എന്നുള്ളതാണ്. സത്യത്തിൽ അതെനിക്ക് ചരിത്രത്തിൽ നിന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ആ ചരിത്രത്തിൽ നിന്നൊരു സംഭവം ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. അതായത് 2 നേഷൻ തിയറിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തത്, അതായത് ലഗെ പാകിസ്ഥാൻ ലഗെ രഹേ ഹിന്ദുസ്ഥാൻ, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ 10 അണയ്ക്ക് ഒരു കുത്തി വാങ്ങി പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ അജണ്ട, പാകിസ്ഥാൻ, അപ്പോൾ ആ ഒരു അജണ്ട,
അതായത് 1936 കടന്നു. ദോസ് ഹു ബിലീവ് ഇൻ ഹോളി ഖുറാൻ ആൻഡ് മുസ്ലിം യു ഷുഡ് വോട്ട് ഫോർ മുസ്ലിം ലീഗ് എന്ന് ജിന്ന പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ ഒന്നടങ്കം അന്ന് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ തയ്യാറായി. വളരെ ഭീകരമായ രീതിയിൽ മുസ്ലിം ലീഗ് പല മുസ്ലിം കേന്ദ്രീകൃത ഇടങ്ങളിലും വിജയിക്കാൻ തയ്യാറായി. അതായത് ഭീകരമായ ഇന്ത്യൻ നാഷണൽ, അതായത് അന്ന് സ്വാതന്ത്ര്യ സമരത്തെ പിന്നോട്ടടിക്കുന്ന അതിഭീകരമായിട്ടുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദേശീയത അല്ലെങ്കിൽ മതത്തെ നിയമമാക്കിയിട്ടുള്ള ഒരു ദേശം ഇവിടെ ഉണ്ടാകണം എന്ന് ചിന്തിച്ച അതേ മാനസികാവസ്ഥയിൽ അതേ ഒരു റിലീജിയസ് അറ്റ്മോസ്ഫിയറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ഇടതുപക്ഷം ഇതിന് വശംവദമായി കൊടുക്കുമ്പോൾ. അത്രയധികം, അതായത് എങ്ങനെയാണോ അന്ന് നമ്മൾ ഈ 1921 ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ഗാന്ധി വിചാരിച്ചിരുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ഒക്കെ നമ്മളോടൊപ്പം ചേരും എന്നതാണ്. പക്ഷേ ആ പ്രോജക്റ്റ് ആദ്യമേ തന്നെ സിംല കോൺഫറൻസിൽ അവർ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയും ഈ രാജ്യത്തിനകത്തുള്ള ഈ രാജ്യത്തെ മുഴുവൻ ഇസ്ലാമികവത്കരിക്കുക, ഇസ്ലാമിൻ്റെ ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് 1890 തന്നെ അവർ പ്രോജക്റ്റ് അവർ ഓക്കെ ആക്കി വെച്ചിരുന്നതാണ്. 21 ഗാന്ധി ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ കൂടുതൽ അധികാരാവകാശങ്ങൾ അവർ ചോദിച്ചു തുടങ്ങി. എങ്ങനെയാണോ ഈ പ്രീണനം കൂടുതൽ വഷളാകുന്നത് അതിനനുസരിച്ച് കൂടുതൽ അധികാരാവകാശങ്ങൾ ചോദിക്കുന്നതല്ലാതെ ദേശീയതയോടൊപ്പം ചേർന്ന് നിൽക്കുവാനല്ല തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രൊജക്റ്റിനെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെ ഏറ്റവും അധികം എതിർക്കേണ്ടതും ഇസ്ലാമിക പക്ഷത്തു നിന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ തിരിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടി വരും. അത് ആരുടെയും കുറ്റമായിട്ട് അതൊരു ഇസ്ലാമോഫോബിയായിട്ടോ എന്തായിട്ടോ കണക്കാക്കിയാലും വേണ്ടില്ല. എല്ലാത്തിനും പ്രത്യാഘാതങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും പഹൽഗാം അറ്റാക്ക് കലീമ ടെസ്റ്റ് നടത്തി തന്നെയാണ് അവർ ചെയ്തത്. കൃത്യം 1 വർഷം കഴിഞ്ഞ് മുംബൈയിൽ വീണ്ടും സമാനമായ ആക്രമണം ഉണ്ടാകുന്നു. ഒരൊറ്റ വ്യക്തിയാണ് അത് ചെയ്തതുകൊണ്ട് കാഷ്വാലിറ്റി അധികം ഉണ്ടായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിന് തൊട്ട് പിന്നാലെ ഒരു ഓൾ ഇന്ത്യ ഈ പറയുന്ന പോലെ ഒരു സംഘടനയുടെ മൗലാന ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറയുകയാണ് കലീമ ചൊല്ലുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വന്ദേമാതരം പോലെയാണ് കലീമ. ഞങ്ങളെക്കൊണ്ട് വന്ദേമാതരം ചൊല്ലിച്ചാൽ ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് കലീമ ചൊല്ലിക്കും. ഒരു 10-20 ഹിന്ദുക്കൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്കതിൻ്റെ ഭീതി ഉണ്ടാകുക എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. ഇതിനെതിരെ എന്തായാലും മുസ്ലിം ജനസാമാന്യത്തിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നിയമം ഇതിനെതിരെ ശക്തമായ നടപടിയുമായി മുമ്പോട്ട് പോകും. കാര്യം കൂടി ഇത് ചൂണ്ടിക്കാണിക്കട്ടെ ആർപി, ഇതൊരു പാകിസ്ഥാൻ്റെ പോലും പ്രൊജക്റ്റ് അല്ല. ഇതൊരു ഹമാസ്, അങ്ങനെ ഇതൊരു ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ് അതൊരു ഹമാസിൻ്റെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിന് മുന്നേ തന്നെ ഹമാസിൻ്റെ നേതാക്കന്മാർ 8 or 9 തവണ പാകിസ്ഥാൻ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഹമാസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാൻ ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കിയത്. ഹമാസിന് എത്രത്തോളം ആൾക്കാരാണ് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പിന്തുണയ്ക്കുന്നതെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് കൊണ്ടുവന്ന ആളെ ഓൺലൈനായിട്ട് പ്രസംഗിപ്പിക്കുകയും വലിയ VIP പരിഗണന കൊടുക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും ചുറ്റുപാടും ഹമാസും ഉണ്ട്, ചുറ്റുപാടും കലീമ ചൊല്ലിക്കാനിരിക്കുന്നവരുമുണ്ട്. ജനാധിപത്യത്തോടുള്ള പ്രേമമായിരുന്നെങ്കിൽ ഇവർക്ക് നൈജീരിയയിൽ എതിർക്കാമായിരുന്നു, ചൈനയിൽ എതിർക്കാമായിരുന്നു. ഇതൊന്നും എതിർത്തില്ല. അതായത് ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഇവർ പിന്തുണ കൊടുക്കുകയാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി മാനസികമായ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.